ഹലോ ആൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ എല്ലാവരെയും ഒരു വലിയൊരു പാഠം പഠിപ്പിച്ച ഒരു സമയമാണ് ഈ കോവിഡ് കാലത്തുണ്ടായിരുന്ന ലോക്ക്ഡൗൺ. മെജോറിറ്റി ഓഫ് ആളുകൾ ഒരു ലോക്കായി പോവുക, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ലോക്കായി പോയിരുന്ന ഒരു ടൈമാണ് ഈ ലോക്ക്ഡൗൺ. കുറേ കോളുകൾ ആ ടൈമിൽ വന്നിരുന്നു. ജോലി പോയി, സാലറി പകുതി കട്ട് ചെയ്ത്, സെപ്റ്റംബർ വരെ സാലറി ഇല്ല, ബിസിനസ് തുറക്കാൻ പറ്റണില്ല, വേറെ എക്സ്പെൻസസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റണില്ല, ഇനി എന്ത് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ച് കുറേ ആളുകൾ വിളിച്ചിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒന്നെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ്, ചെറിയൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി, അതിൽ നിന്ന് ഇൻകമും കിട്ടും. സാലറി അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റ് എത്രയോ ആയിക്കോട്ടെ, ലക്ഷങ്ങളോ സാലറി എന്തെങ്കിലും എത്രയോ ആയിക്കോട്ടെ, അതിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എക്സ്പെൻസും ഉണ്ട്. സാധാരണ തുടക്കം ചെറിയൊരു സാലറിയിൽ നിന്ന് പതുക്കെ ഓരോ കൊല്ലം കൂടുമ്പോൾ വലിയ സാലറി ആകുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ തുടക്കമുള്ള എക്സ്പെൻസസ് പതുക്കെ കൂടി വലിയ എക്സ്പെൻസ് ആവും. പക്ഷേ സാലറി കൂടുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്ന പോലെ അല്ല, പെട്ടെന്ന് സാലറി അങ്ങോട്ട് കുറയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് താഴേക്കാക്കാൻ പറ്റില്ല. ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ്, ഓക്കെ നമുക്ക് വേറെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പണ്ട് മംഗലാപുരത്ത് ബിടെക്കിന് പഠിക്കുമ്പോൾ ഹോസ്റ്റലിലായിരുന്നു അന്ന് താമസിച്ചത്. അപ്പോൾ ഹോസ്റ്റലിൽ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും വെറുതെ റൂമിൽ കഥയും പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. ഒരു സുഹൃത്തുണ്ട്, വേറെ ബാച്ചിലാണ് ഒരു സുഹൃത്തുണ്ട്. എന്നും പുള്ളി റൂമിൽ വരും, എന്നിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കും. അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. ചിലപ്പോൾ പതുക്കെ എന്നിട്ട് ചോദിക്കും, എടാ 1 രൂപ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെന്തോ 1 രൂപയല്ലേ, 1 രൂപ എവിടെ ടേബിളിലോ താഴെയോ ഷർട്ടിൻ്റെ പോക്കറ്റിലൊക്കെ ഉണ്ടാവും. അവനത് എടുത്തിട്ട് പോകും. എല്ലാ ദിവസം ഇവനിരുന്ന് ഐസ്ക്രീം തിന്നണേയും കാണാം. അങ്ങനെ ഇതൊരു സ്ഥിരം പരിപാടി. സ്ഥിരം എന്ന് പറഞ്ഞാൽ ഒരു 1.5 അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇവൻ വരും, കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 1 രൂപ ഉണ്ടോ എന്ന് ചോദിക്കും, 1-2 രൂപ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടാവും, നമ്മളെടുത്ത് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇവൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ 1 രൂപ വെച്ചിട്ട് പല റൂമിലും കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ 1 രൂപയാകുമ്പോൾ ആൾക്കാരത് കൺസിഡർ ചെയ്യില്ല, പോയാലും പോട്ടെ എന്നുള്ളൊരു ഇതായിരിക്കും. വലിയൊരു വന്ന് 100 രൂപ കടം ചോദിച്ചാൽ നമുക്കൊക്കെ കൊടുക്കാനൊരു മടിയാണ്. പക്ഷെ 1 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആളുകളും വാല്യൂ ചെയ്യാറില്ല. അങ്ങനെ എല്ലാവരുടെ റൂമിൽ നിന്ന് ഈ 1 രൂപ വാങ്ങിച്ചു കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുക. അത് നമ്മളതൊക്കെ അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അതിശയമായിരുന്നു. ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഐഡിയ വെച്ചിട്ട് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം വാങ്ങിച്ചിട്ട് എന്തും കഴിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു ജോലിയുള്ളപ്പോൾ, ഓക്കെ, ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകമാണ്. പക്ഷെ നമ്മുടെ എക്സ്പെൻസ് പലയിടത്തും എക്സ്പെൻസ് ഉണ്ട്. EMI ഉണ്ട്, റെൻ്റ് ഉണ്ട്, കറണ്ട് ബില്ല്, അത് ഇതൊക്കെ പറഞ്ഞ് പല എക്സ്പെൻസസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതർ ദാൻ ദ മെയിൻ ഇൻകം, നമുക്ക് എല്ലാവർക്കും ജോലി അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ചെയ്യുന്ന പരിപാടിയിൽ നിന്നുള്ള ഇൻകം അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരു പാസീവ് ഇൻകം വേണം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും വിചാരം പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു അറ്റൻഷനും കൊടുക്കാതെ നമ്മൾ ഉറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമിനാണ് പാസീവ് ഇൻകം എന്നുള്ളൊരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട്, അതിൽ നിന്ന് ഇൻകം ഉണ്ട്. ആക്റ്റീവ് അല്ലാതെ പാസീവായിട്ട് എപ്പോഴും ഒരു അറ്റൻഷൻ കൊടുക്കാതെ വല്ലപ്പോഴും ഒരു അറ്റൻഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇൻകമിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയാം. ഈ പാസീവ് ഇൻകം പണ്ട് കാലത്തൊക്കെ ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ ധാരാളം അവന്യൂസ് ഉണ്ട് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കൊരു സെക്കൻഡറി ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വഴികൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. സോ കീപ് വാച്ചിങ്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മെത്തേഡാണ് ഇൻവെസ്റ്റ് ഇൻ ഹൈ ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്സ്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓരോ കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കാം.
ആ ഓഹരികളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓഹരിയുടെ ലാഭവിഹിതം കിട്ടും. അങ്ങനെ ഒരുപാട് ഗവൺമെൻറ് കമ്പനീസും അതേപോലെ തന്നെ കുറച്ച് പ്രൈവറ്റ് കമ്പനീസും നല്ല റേറ്റിൽ ഓഹരിക്ക് ലാഭവിഹിതം തരുന്ന ധാരാളം കമ്പനീസ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ നല്ല ലാഭവിഹിതം തരുന്ന ഓഹരികളുടെ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അങ്ങനത്തെ ഓഹരികളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡറി ഇൻകം, അതായത് ലാഭവിഹിതം പീരിയോഡിക്കലായിട്ട് ഒരു കൊല്ലം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻറ്ററിമായിട്ട് ഇടയ്ക്ക് വെച്ചിട്ടോ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വീഴും. അതാണ് ഏറ്റവും സിമ്പിളായിട്ടും എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന മെത്തേഡ്. രണ്ടാമത്തെ വേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനൊക്കെ കുറച്ച് നാളായിട്ട് ഒരു 3-4 കൊല്ലമായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. യൂട്യൂബ് വീഡിയോസിൻ്റെ ക്രിയേഷൻ. നമ്മളെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ചിലവർക്ക് പാടാനറിയാം, ചിലവർക്ക് നന്നായി സംസാരിക്കാനറിയാം, ചിലവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനറിയാം, ചില ആളുകൾക്ക് ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാനറിയാം. ഇതൊക്കെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻകം കിട്ടും. ഈ പാസീവ് ഇൻകമിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലുതായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം അത് ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് റെക്കറിങ് ആണ്. നമ്മൾ ഉറങ്ങുമ്പോൾ വരെ ആളുകൾ ഈ വീഡിയോ എടുത്ത് കാണും. അതിൽ നിന്നുള്ള അഡ്വർടൈസിങ് റവന്യൂ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ പഴയ പോലെയല്ല ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിലെ കണ്ടമാനം ആളുകൾ ഇപ്പോൾ യൂട്യൂബിൽ എൻട്രി വന്നിട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ 1-2 പേരുണ്ടായിരുന്നു വേറെ. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഫീൽഡിൽ മലയാളത്തിലിടുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇതൊന്നും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇത് ആക്റ്റീവ് അല്ലെങ്കിൽ, അതായത് വല്ലപ്പോഴും ഇട്ട് ഫുൾ അറ്റൻഷനും കൊടുക്കാതെ വല്ലപ്പോഴൊക്കെ ഇട്ട് തട്ടിമുട്ടിയൊക്കെ പോവുകയാണെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോയുടെ റാങ്കിങ് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് റവന്യൂ കുറയുകയും ചെയ്യും. അപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഇടുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എക്സ്പെൻസസ് ഒന്നുമില്ല. എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ട്, അതിൽ തന്നെ വീഡിയോ ഇടാം. ആരും ഇടാത്ത ടോപ്പിക്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള അഡ്വർടൈസിങ് റവന്യൂ കിട്ടും. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോളോ യുവർ പാഷൻ. നമ്മളെല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്, ഓരോരോ പാഷനുണ്ട്. ചിലവർക്ക് പാടാൻ ഇഷ്ടമാണ്, ചിലവർക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, വരയ്ക്കാൻ ഇഷ്ടമാണ്, ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചിലവർക്ക് ജന്മനാൽ കിട്ടും, ചിലവരത് ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നിട്ട് ചെയ്യും. പക്ഷേ ഒരു 80% ഓഫ് ആൾക്കാർ ഇങ്ങനത്തെ പാഷൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അവർ അതിൽ നിന്ന് മോണിറ്റൈസ് ചെയ്യാൻ നോക്കില്ല. മോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാനുള്ള കാര്യം നോക്കില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാഷനായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും അതിൽ നിന്ന് നമുക്ക് ഒരു വരുമാനം വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു എഫേർട്ടും കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല. കംപ്ലീറ്റ്ലി നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു, നമ്മൾ അതിൽ നിന്ന് കൂടുതൽ എക്സൽ ആവുന്നു. ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇൻകമും കിട്ടുന്നു. അപ്പോൾ എപ്പോഴും ഫോളോ യുവർ പാഷൻ. എപ്പോഴും ഒരു ചൊല്ലുണ്ട്, പാഷൻ നെവർ ഫെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പാഷൻ ഫോളോ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഫെയിൽ ആവില്ല. നമ്മൾ വേറെ എന്ത് ബിസിനസ് തുടങ്ങിയാലും ചിലപ്പോൾ അതിനൊക്കെ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പാഷൻ നെവർ ഫെയിൽസ്. നാലാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പണ്ട് ഈ വാക്ക് കേട്ടപ്പോൾ ഞാൻ എപ്പോഴും ഗൂഗിൾ അടിച്ച് നോക്കിയത് എന്താണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു സാധനം വിൽക്കാനറിയാം. ഓക്കെ, എനിക്കൊരു സാധനം, ഒരു AC ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ സനു ഏതാണ് നല്ല AC എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനറിയാം. പക്ഷേ എനിക്ക് ഈ AC വിൽക്കാനായിട്ട് ഒരു ഓപ്ഷനില്ല. കാരണം എനിക്ക് AC ഒരു ഷോപ്പില്ല, ഈ AC പോയി വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. ഓക്കെ, അങ്ങനത്തെ ആളുകൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് ആ പൈസ ഉണ്ടാക്കുക എന്ന് പറയണതിന് അതിനാണ് പറയണത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ അഫിലിയേറ്റ് ആവും. അഫിലിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണറാവും. നമ്മൾ ആ ബ്രാൻഡിൻ്റെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും അഫിലിയേറ്റ് പാർട്ട്ണർ ആവാന്നുള്ളത്. ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും അഫിലിയേറ്റ് പാർട്ട്ണർ ആയിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി ഏതാണ് നല്ല ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഏതാണ് നല്ല വാഷിംഗ് മെഷീൻ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്ക് ത്രൂ
ഒരാളെ കൊണ്ട് സാധനം വാങ്ങിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ കിട്ടും. അത് ഓരോ പ്രൊഡക്റ്റിന് പല കമ്മീഷനാണ്. ചില പ്രൊഡക്ട്സിന് 10-20% കമ്മീഷനായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. സോ എല്ലാവർക്കും സീറോ കോസ്റ്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. 5ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻസ്. എന്ത് പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിലും നമുക്ക് കമ്മീഷൻ കിട്ടും ഇല്ലേ? ഇല്ലാത്ത പ്രൊഡക്റ്റിൻ്റെ ഒരു ബ്രോക്കറായിട്ട് നിന്നാലും നമുക്കത് ഒരു ബയറും സെല്ലറും തമ്മിൽ മുട്ടിച്ചു കൊടുത്താൽ നമുക്കതിൻ്റെ കമ്മീഷൻ കിട്ടും. അത്യാവശ്യം നല്ല നെറ്റ്വർക്കിങ്ങും സംസാരിക്കാൻ കഴിവുള്ള ആളും അതേപോലെ തന്നെ നല്ല കോൺടാക്ട്സും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് പ്രൊഡക്റ്റും നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്കത് സെല് ചെയ്തുകൊണ്ട് കമ്മീഷൻ ഏൺ ചെയ്യാം. ഇതും നമുക്ക് പാസീവായിട്ട് ഇൻകം കിട്ടുന്ന വേറൊരു നല്ലൊരു മെത്തേഡാണ്. 6ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ കൊല്ലങ്ങളായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡാണ് റെൻ്റൽ ഇൻകം. വേറൊന്നുമല്ല, ഒരു വസ്തു വാങ്ങിക്കുക, അതെന്തെങ്കിലും ഫേർണിഷൊക്കെ ചെയ്യുക, വേറൊരു ബിസിനസ്സിന് റെൻറ്റിന് കൊടുക്കുക, മാസം മാസം റെൻറ്റ് കിട്ടും. അപ്പോൾ കുറേ ആളുകളായാലും ഓക്കെ ഒരു വസ്തു വാങ്ങിക്കാനായിട്ട് നല്ല പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഓക്കെ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ പൈസയൊക്കെ തിരിച്ചു കിട്ടാൻ ലോണൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പല ഇതും വരും. പക്ഷേ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരാളായിട്ട് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് ചേർന്നിട്ട് ചെറിയ എമൗണ്ട് വെച്ചിട്ട് ചെറിയൊരു വസ്തു വാങ്ങിച്ചിട്ട് അതങ്ങോട്ട് റെൻറ്റിന് കൊടുക്കാം. റെൻ്റൽ ഇൻകം പാസീവാണ്, നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ പ്രമിസസ് റെൻറ്റിന് കൊടുത്തേച്ചാൽ മതി. ഇത് മാത്രമല്ല കേട്ടോ, ബിൽഡിങ്ങും അതേപോലെ തന്നെ പ്രമിസസും മാത്രമല്ല, എന്ത് വസ്തു ആണെങ്കിലും നമുക്ക് റെൻറ്റിന് കൊടുക്കാം. ക്യാമറയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെൻറ്റിന് കൊടുക്കാം, പ്രൊജക്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെൻറ്റിന് കൊടുക്കാം. അങ്ങനെ റെൻറ്റലിന് പോകാൻ ചാൻസ് ഉള്ള എന്ത് പ്രൊഡക്റ്റും നമുക്ക് ജസ്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി റെൻറ്റലിന് കൊടുത്തിട്ട് അതിൽ നിന്നും ഒരു പാസീവ് ഇൻകം നമുക്ക് ഉണ്ടാക്കാം. 7ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഇൻ ടു ഗുഡ് പാർട്ട്ണർഷിപ്പ്. പലപ്പോഴും പല ആളുകൾക്കും ഒരു മിസ്റ്റേക്ക് പറ്റുന്നൊരു സംഭവമാണ്, നമ്മളൊരു ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മളൊരു നല്ലൊരു പാർട്ട്ണറാണെന്ന് വിചാരിച്ചിട്ട് ഒരാളെ ചേർക്കുമ്പോൾ കുറച്ച് നാളൊക്കെ കഴിഞ്ഞാൽ ആ പാർട്ട്ണർ ആയിട്ട് നമുക്ക് ചേർന്ന് പോകാതെ പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പോണത് മാക്സിമം അത്ര ക്ലോസ് ആണെങ്കിൽ മാത്രം പോവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ റിലേഷൻ അവിടെ വെച്ചിട്ട് നിൽക്കും. അപ്പോൾ ഒരു നല്ലൊരു പാർട്ട്ണറെ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു റൈറ്റിങ്ങിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ റൈറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിൽ നിന്നൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാൽ സെല്ലിങ് ഓൾഡ് ഗുഡ്സ് അല്ലെങ്കിൽ സെല്ലിങ് യൂസ്ഡ് ഗുഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം OLX. അതേപോലെ തന്നെ OLXൻ്റെ മുന്നേ പണ്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാറോ അല്ലെങ്കിൽ ചെറിയൊരു ബൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഒരാൾ വിൽക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നിട്ടോ അല്ലെങ്കിൽ പുള്ളിക്ക് 2 ഉണ്ടായിട്ടോ വല്ലോ വിൽക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വാങ്ങിച്ചിട്ട് മറിച്ച് കുറച്ചും കൂടി ഹൈ പ്രൈസിന് വിൽക്കാം. അതൊരു നല്ലൊരു പാസീവ് ഇൻകം കിട്ടുന്നൊരു വേ ആണ്. എല്ലാവർക്കും അത് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം നല്ല കണക്ഷനും OLX മൊബൈൽ ആപ്പും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റിനോട് അത്രയും നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പഴയ അല്ലെങ്കിൽ യൂസ്ഡ് വസ്തുക്കളാണെങ്കിലും നമുക്കത് നല്ലതാണോ എന്ന് നോക്കിയിട്ട് നല്ല പ്രൈസ് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അത് മറിച്ചിട്ട് നല്ല വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. 9th വേ എന്ന് പറഞ്ഞാൽ ഫ്രീലാൻസ്. നമ്മളെല്ലാവർക്കും ഓരോരോ സ്കിൽസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ജോബുണ്ട്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാളൊരു ഡിസൈനറാണ്, അയാൾ ഒരിടത്ത് വർക്കും ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിന് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കാം. അത്യാവശ്യം നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല വർക്കൊക്കെ ആണെങ്കിൽ ആളുകൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്ന് വർക്ക് തരും. അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകമും എക്സ്ട്രാ ഇൻകമാണ്, പാസീവാണ്, നമ്മൾ മെയിൻ ജോബ് വിടാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് അത്യാവശ്യം ടൈം കൺസ്യൂം ചെയ്യണ കാര്യമാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം ഫ്രീലാൻസ്. പല ആളുകൾക്കും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് വർക്ക് കിട്ടണില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഓൺലൈനായിട്ട് പല വെബ്സൈറ്റും ഉണ്ട്. freelancer.com ഉണ്ട്, upwork.com ഉണ്ട്. അങ്ങനെ കുറച്ച് സൈറ്റ്സിൽ രജിസ്റ്റർ ചെയ്ത് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വർക്കൊക്കെ കുറച്ച് നന്നായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഓഫ് ഏർണിംഗ് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഏജൻസി അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യുക.
ഇപ്പോൾ പല ഗൾഫ് റിട്ടേണീസും പല ആളുകളും ഗൾഫിൽ നിന്ന് ജോബ് പോയവർ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വഴി അവരുടെ പൈസ വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ അത്യാവശ്യം ഇൻകം കിട്ടുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഈ ഏജൻസി അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എടുക്കുക എന്ന് പറയുന്നത്. പല ബ്രാൻഡ്സും പല എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സും അവരുടെ ഏജൻസി അല്ലെങ്കിൽ അവരുടെ ഫ്രാഞ്ചൈസി കൊടുക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഇൻറ്റീരിയർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ അതൊരു എമൗണ്ട് വെച്ചിട്ടായിരിക്കും. ചിലയിടത്ത് ഡെപ്പോസിറ്റ് ഉണ്ടാവും, ചിലയിടത്ത് അത് കഴിഞ്ഞിട്ടൊരു റോയാലിറ്റി ഉണ്ടാവും. പക്ഷേ ഇതെടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബിസിനസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയണ ബ്രാൻഡാണ്. ഒരിടത്ത് ആ ബ്രാൻഡ് ഇല്ലെങ്കിൽ ആളുകളെല്ലാവരും അവിടെ വരികയും ചെയ്യും. അതിൽ നിന്ന് നടക്കുന്ന എന്ത് സർവീസ് ആയിക്കോട്ടെ, എന്ത് സെയിൽസ് ആയിക്കോട്ടെ, അതിൽ നിന്ന് ഇൻകം കിട്ടും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുകയാണെങ്കിൽ സൈഡായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു ഏജൻസി എടുത്തിട്ട് ആരെങ്കിലും ഒരു സ്റ്റാഫിനെ അവിടെ ഇരുത്തിയിട്ട് അതിൽ നിന്നും ഇൻകം കിട്ടും. ഇപ്പോൾ കുറേ ആളുകൾ ചെയ്യുന്ന കാര്യമാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സിൻ്റെ ഡെലിവറി പാർട്ട്ണറായിട്ട് ഒരു ഇല്ലാത്ത പിൻകോഡിൽ ഡെലിവറി പാർട്ട്ണർഷിപ്പിനെ അപേക്ഷിച്ചിട്ട് ഡെലിവറി പാർട്ട്ണറായിട്ടിരിക്കുക. ഓരോ ഡെലിവറിക്ക് പൈസ കിട്ടും. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്, വളരെ എളുപ്പമാണ്, വലിയ റിസ്ക്കും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പാസീവ് ഇൻകം കിട്ടാനുള്ള കുറച്ച് വഴികൾ. നമ്മൾ യൂഷ്വലി എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. യൂഷ്വലി അവർക്ക് ഒരു ജോബ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടാവും, അതിൽ നിന്ന് നല്ല ഇൻകമും കിട്ടുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ആ ഒറ്റ ജോബ് അല്ലെങ്കിൽ ആ ഒറ്റ ബിസിനസ് എന്തെങ്കിലും റീസൺ കാരണം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം സീറോ ആവും. പകരം നമുക്ക് പല പാസീവ് ഇൻകം വേസും ഉണ്ട്. ഓക്കെ, എമൗണ്ട് എത്രയോ ചെറുതായിക്കോട്ടെ കുഴപ്പമില്ല. ഒരാൾക്ക് മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ് ആ 1 ലക്ഷം രൂപ ഒരു സ്ഥലത്തു നിന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ വേറൊരാൾ ആ 1 ലക്ഷം രൂപ 10 സ്ഥലത്തു നിന്നാണ് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഒരിടത്തുനിന്ന് ഉണ്ടാക്കുന്ന ആൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അയാൾ സീറോ ആണ്. പക്ഷേ ഈ 10 പാസീവ് ഇൻകം മെത്തേഡ്സ് ചെയ്യുന്ന ഒരാൾക്ക് എവിടെയെങ്കിലുമൊക്കെ 3-4 പോയാലും അയാൾ സീറോ ആയിട്ടില്ല, അയാൾക്ക് ബാക്കി ഇൻകം കിട്ടുകയും ചെയ്യും. അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പം ചെറിയ എമൗണ്ടും ആയിക്കോട്ടെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നെവർ റെസ്റ്റ് ഓൺ യുവർ ലോറൽസ് എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ പേരുണ്ട്. ലോറൽസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ. ഓക്കെ, നമ്മൾ ഈ ലെവലിലെത്തി, അതിനാണ് ലോറൽസ് എന്ന് പറയുന്നത്. നെവർ റെസ്റ്റ് ഓൺ യുവർ ലോറൽസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ചെറിയൊരു പ്രായത്തിലൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടൊരു ബിസിനസ് തുടങ്ങി അത്യാവശ്യം അതിൽ നിന്ന് കാശൊക്കെ കിട്ടി. ഞാനൊരു കാറ് വാങ്ങിച്ച്, വീട് വാങ്ങിച്ച്, കല്യാണവും കഴിഞ്ഞു, സെറ്റായി. നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ ആലോചിക്കും, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നേടി, ഇങ്ങനെ തന്നെ പോവാം, അങ്ങനെ വിചാരിക്കും. പക്ഷേ ഒരിക്കലും അത് വിചാരിക്കരുത്. ഒരിക്കലും നമ്മുടെ ആ ലോറൽസിൽ, നമ്മുടെ ആ റെക്കഗ്നിഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ആ സ്റ്റേജിൽ, നമുക്ക് എല്ലാം ആയി എന്നുള്ള സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും റെസ്റ്റ് ചെയ്യരുത്. കീപ്പ് ഓൺ ഫൈൻഡിങ് ന്യൂ വേസ്. അടുത്തതെന്ത്, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഇതൊക്കെ നല്ല രീതിയിൽ നടക്കണം, ഇനി അടുത്ത വേറെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആലോചിച്ച് പുതിയ കാര്യങ്ങൾ തുടങ്ങാം, പുതിയ സംരംഭങ്ങൾ തുടങ്ങാം, നല്ലൊരു ലൈഫാവാം. ഇനി എന്ത് സിറ്റുവേഷൻ വരികയാണെങ്കിലും ഒരു ഇതിനും നമ്മൾ അനക്കാൻ പറ്റാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്തെങ്കിലും ഡൗട്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. സംരംഭകൻ എന്നുള്ള പേജിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പേർട്സായിട്ട് കണക്ട് ചെയ്ത് തരാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.